ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പിന്നെ 7ാം ക്ലാസ്സിൻ്റെ അറബി എക്സാമിന് തയ്യാറെടുക്കുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണുള്ളത്. ഓക്കെ, ഈ അറബിക് എക്സാമിന് പല കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, സാർ പ്രധാനമായിട്ടും വരും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാർ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒന്നാമത് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബയോഡാറ്റ ഫില്ല് ചെയ്യാൻ, ഓക്കെ, ഈ ഫുൾ നെയിം അഡ്രസ്സൊക്കെ ബയോഡാറ്റ ഫില്ല് ചെയ്യാനോ, അതല്ലെങ്കിൽ ഇതേപോലെ ഒരാളുടെ ഒരു പാരാഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരാളെ കുറിച്ചിട്ട് ഇസ്തിമാർ തയ്യാറാക്കാനുള്ള ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സീറത്തു ദാത്തിയ ബയോഡാറ്റ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മാലി, മുലാരി, ലൊമീർ പഠിച്ചിട്ടുണ്ടാകും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ചെയ്തിട്ട് മാലി, മുലാരി, അതേപോലെ തന്നെ സെൻറ്റൻസുകൾ, ഈ സെൻറ്റൻസിൽ നിന്ന് ലൊമീർ കണ്ടെത്തുക. അപ്പോൾ ലൊമീറുകൾ, മാലി, മുലാരി, ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ എന്തായാലും ലൊമീറുമായി ബന്ധപ്പെട്ടോ ഫൊയിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ക്വസ്റ്റ്യന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം, ചിലപ്പോൾ ഒരു മുഫക്കിറ, ഒരു ഡയറി എഴുതാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യന് മുലാഫും മുലാഫിലെയും നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ കുറഞ്ഞ ഗ്രാമറിൽ വരുന്ന ഗ്രാമർ ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യന് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, കവിത തന്നുകാണ്ട് ചിത്രത്തോട് മാച്ച് ചെയ്യാനോ, അതേപോലെ തന്നെ കവിത തന്നിട്ട് എന്താ പറയുക, അതിൻ്റെ കവിതയുടെ മീനിങ്ങിനോട് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ പരീക്ഷയ്ക്ക് അന്ന്, ലെന്ന് ഒക്കെ പോലെയുള്ള ലമ്മ്, ഇങ്ങനത്തെ ഗ്രാമർ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രാമർ കാര്യങ്ങൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ ബ്രാക്കറ്റിൽ തിരഞ്ഞെടുത്ത് എഴുതാനുള്ള പോലത്തെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ. അപ്പോൾ ഗ്രാമറായിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ വരുന്ന ഗ്രാമറുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊന്ന്, നമുക്ക് ഒരാളെ കുറിച്ചൊരു പാരാഗ്രാഫ് തന്നിട്ട് അയാളുടെ സീറദാത്തിയെ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഇസ്തിമാറ ഫില്ല് ചെയ്യാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മുടെ ബയോഡാറ്റ, ഒരാളെ ബയോഡാറ്റ തയ്യാറാക്കാനായിരിക്കും. ഇതങ്ങനെയുള്ള ഒരു പാരാഗ്രാഫ് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് അയാളുടെ പേര് ബാക്കിയുള്ളതൊക്കെ കണ്ടെത്തി എഴുതാനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതും നമ്മളെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മൾ നുഫായാത്ത് വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, അത് 4 ടൈപ്പിലേക്ക് കുറേ മിക്സഡ് ആക്കി തരും. എന്നിട്ട് നമ്മളതിൽ പേപ്പർ വേസ്റ്റ്, ജൈവ വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വരാം. ഇനി മറ്റൊന്ന്, മാലി, മുലാരി, വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്ത പല ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. മാലി കണ്ടെത്താനും മുലാരി എഴുതാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. മറ്റൊന്ന്, പ്രോഗ്രാം റിപ്പോർട്ട് തന്നുകാണ്ട്, റിപ്പോർട്ട് പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഈ പ്രോഗ്രാം ബർനാമിജ് ഫില്ല് ചെയ്യാനുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റൊന്ന്, ഈ പറഞ്ഞ മന്ന്, മത്ത, അയിനൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യം വരാം. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പാരാഗ്രാഫ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സമയങ്ങൾ പറയാനുള്ള, പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഈ എക്സാമിന് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരാഗ്രാഫ് തന്നിട്ട് അതുമായി റിലേറ്റഡ് ചെയ്തിട്ട് ജമ്മ്, മുഫ്രദ്, മാലി, മുലാരി ചോദ്യങ്ങൾ കണ്ടെത്താനും പൂരിപ്പിക്കാനൊക്കെ പോലത്തെ 5-6 ചോദ്യങ്ങൾ തന്നുകൊണ്ടുള്ള ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 7ാം ക്ലാസ്സിലെ പരീക്ഷയിൽ വരാൻ വളരെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ എന്തായാലും ഞാൻ പറഞ്ഞതിലൊരു 70-80% എന്തായാലും എക്സാമിന് വരും എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, റെഡിയാണല്ലോ, ഉഷാറല്ലേ? ബാക്കി നമുക്ക് ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും നമ്മളെ വരുന്ന ലൈവ് ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് അറബി അറിയുന്നവർക്കും അറിയാത്തവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിൽ കാണാം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.